ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കൂട് വിട്ട് കൂട് മാറ്റുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ആത്മാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുക, സ്വാപ്പ് ആകുക. അപ്പൊ ആ ഒരു പോയിന്റ് വെച്ചിട്ടുള്ള ഒരു പുതിയ സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പുതിയതല്ല, 2018 റിലീസായത്. സ്വിച്ച്ഡ് എന്ന ജാപ്പനീസ് ഡ്രാമയുടെ കാര്യമാണ് പറയുന്നത്. ക്ലാസ്സിലെ സുന്ദരിയും പഠിപ്പിയും എല്ലാവർക്കും വലിയ കാര്യമായിട്ടുള്ള ഒരു നല്ല ഫ്രണ്ട് സർക്കിളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് അതേ ക്ലാസ്സിലെ തന്നെ അധികമാരും ശ്രദ്ധിക്കാത്ത ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള അല്പം അൺഅട്രാക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്ന പെൺകുട്ടിയുടെ ആത്മാവ് തമ്മിൽ മാറുകയാണ്. അതിനുശേഷം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അവരുടെ പ്രണയം, സൗഹൃദം, തിരിച്ച് സ്വന്തം ശരീരത്തിലെത്താനായിട്ട് അവരെടുക്കുന്ന സ്ട്രഗിൾസ്, മറ്റൊരാളുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെയാണ് ഈ സീരീസിൽ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാലേ. ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ട് അയോമി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അടുത്ത് കൊഷിറോ എന്ന് പറഞ്ഞ പയ്യൻ പ്രൊപ്പോസ് ചെയ്യാണ്. ചെറുപ്പം തൊട്ടേ കൊഷിറോയെ ഇഷ്ടപ്പെടുന്ന അയോമി അവന്റെ പ്രണയത്തിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ രണ്ടുപേരും കൂടി ഡേറ്റിങ്ങിന് പോവാണ്. അവരുടെ ഫസ്റ്റ് ഡേറ്റ് ആണ്. അയോമി നല്ല സന്തോഷത്തിലാണ്. അച്ഛൻ്റെ അമ്മൻ്റെ അടുത്ത് പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ട് അയോമി നല്ല ഹാപ്പി ആയിട്ട് പോവാണ്. ഈ സമയം ടിവിയിൽ ഇന്നെന്തോ വലിയ പ്രത്യേകതയുണ്ടെന്നും ഒരു വലിയ സൂപ്പർ മൂൺ വരെയാണ്, അത് പകൽ വെളിച്ചത്തിൽ പോലും സൂര്യനൊപ്പം കാണാൻ സാധിക്കുന്നൊക്കെ പറഞ്ഞ് അതിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് ഒരു പെൺകുട്ടി നല്ല ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താ ഇപ്പൊ പാർക്കിലെത്തിയ നമ്മുടെ അയോമി കൊഷിറെ കണ്ടത് ഒരുപാട് ഹാപ്പി ആയിട്ട് അവന്റെ അടുക്കിലേക്ക് ചെല്ലാൻ നിൽക്കുക. അന്നേരം തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരികയാണ്. അറിയാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ ഇത് ആരായിരിക്കും എന്ന് പറഞ്ഞ് ചെറിയൊരു സംശയത്തോടെയാണ് അവൾ കോൾ എടുക്കുന്നത്. അത് അവളുടെ ക്ലാസ്സിലെ യുമിനി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു. അവളാണ് എടുത്ത ഉടനെ എന്നെ എന്താ മരിക്കാൻ പോവാണ് എന്ന് പറയാണ്. ഇത് കേട്ട അയൂമി ഒന്ന് ടെൻഷൻ ആവുകയും നീ എന്തൊക്കെയാ പറയുന്നത്, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കാണ്. എന്നാൽ യുമിനി ആകട്ടെ നീ ഒന്നും മിണ്ടണ്ട, പുറകിലോട്ട് നോക്ക് എന്ന് പറയാണ്. അവിടെ ഒരു കൂറ്റൻ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് അവള്. അവളുടെ പുറകിലായിട്ട് ടിവിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആ ചുവന്ന മൂണും നമുക്ക് കാണാമായിരുന്നു. അയോമി ഇത് കണ്ടതും അയ്യോ നീ ഒന്നും ചെയ്യില്ലേ, അവിടെ തന്നെ ഇരിക്കും, ഞാൻ ദേ അങ്ങോട്ട് വരാന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ നിൽക്കുക. എന്നാ യുമി നീ അനങ്ങരുത്, അവിടെ തന്നെ നിൽക്ക്, അവിടെ നിന്നോണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കാണ് എന്നും പറഞ്ഞ് ആ വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അവൾ താഴോട്ട് ചാടുകയാണ്. ഇത് കണ്ട് അയോമി ആകെ ഷോക്ക് ആവുകയും അവൾ അവിടെ മയങ്ങി വീഴുകയും ചെയ്യുന്നു. പിന്നെ അവിടെ കട്ട് ചെയ്താ നേരെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. അയൂമി മെല്ലെ കണ്ണു തുറക്കുകയാണ്. യുമിനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവൾ ആകെ ടെൻഷനിലായിരുന്നു. അവൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എണീക്കുക. എന്നാൽ അവളുടെ ശരീരം അത് വേദനിക്കുകയും നല്ല ഭാരമുള്ളതായിട്ടും തോന്നാണ്. അവളുടെ റൂമിലുണ്ടായിരുന്ന നഴ്സിന്റെ അടുത്ത് സിസ്റ്റർ യുമിനിക്ക് എന്താ സംഭവിച്ചത്, അവൾക്ക് എന്ത് പറ്റി, അവൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ സിസ്റ്റർ ആവട്ടെ മോളെ നിനക്ക് എന്താ പറ്റിയത്, നീയല്ലേ യുമിനി, നിനക്ക് എന്നെ ഡോക്ടറെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുക. അയ്യോമിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ സിസ്റ്റർ അങ്ങോട്ട് മാറിയതും പുറകിലുണ്ടായിരുന്ന കണ്ണാടിയിൽ അവൾ അവളുടെ രൂപം കാണുകയാണ്. അത് യുമിനിയായിരുന്നു. അയോമി ആകെ നെട്ടുകയാണ്. തനിക്ക് എന്താ പറ്റിയത്, താനിങ്ങനെ യുമിനിയായത്, തന്റെ ശരീരം എവിടെ പോയി, അവൾക്കൊന്നും മനസ്സിലായില്ല. ഡോക്ടർ വന്നതും ഡോക്ടർ എനിക്ക് എന്താ പറ്റിയത്, എന്റെ ശരീരം എവിടെ പോയി, ഞാൻ അയൂമിയാണ് യുമിനിയല്ല എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് യുമിനിയുടെ അമ്മ വരികയാണ്. അവരാണെങ്കിൽ നീ എന്തായി ചെയ്യുന്നത്, എന്തിനാ ഡോക്ടർ ശല്യം ചെയ്തത്, മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് അയൂമി നല്ല വഴക്ക് പറയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് യുമിനിയല്ല അയൂമിയാണെന്നുള്ള കാര്യം അവർക്കും അറിയില്ലല്ലോ. തനിക്ക് എന്താ സംഭവിച്ചത്, താനിങ്ങനെ പെട്ടെന്ന് യുമിനിയുടെ രൂപത്തിലായി എന്നൊന്നും അയൂമിക്കും അറിയുന്നില്ല. അവളും ആകുമ്പത്തും കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതും നേരെ യുമിനിയുടെ അമ്മയുടെ ഒപ്പം അവരുടെ വീട്ടിലേക്ക് പോവാണ്. എന്നാ അത് വീടെന്നൊന്നും പറയാൻ പറ്റില്ല, ശരിക്കും ഒരു കുപ്പത്തൊട്ടി പോലെ എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒട്ടും നീച്ചല്ലാത്തൊരു ഹൗസായിരുന്നു. അയൂമിയുടെ വീടാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നല്ലോ. അതുകൊണ്ട് അവൾ ഇതെല്ലാം കണ്ട് ആകെ ഒരുമാതിരി ആയിട്ട് നിൽക്കുക. യുമിനിയുടെ അമ്മയാണെങ്കിൽ വേഗം റെഡിയായിട്ട് ഞാൻ ജോലിക്ക് പോവാണ്, നീ വെറുതെ ഓരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അയൂമിക്കിട്ട് 2 കൊട്ടു കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അയൂമിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവൾ എങ്ങനെയൊക്കെയാ രാത്രി കഴിച്ചു കിട്ടുകയും പിറ്റേന്ന് നേരം വെളുത്തത് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ വേഗം റെഡിയായിട്ട് അവളുടെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്നാൽ അവളുടെ ശരീരം ഇപ്പൊ പഴയ പോലെ അല്ലാത്തതുകൊണ്ട് തന്നെ ഓടുന്നതിനിടയ്ക്ക് ബാലൻസ് തെറ്റി അവൾ 2-3 തവണ വീഴുന്നുമുണ്ട്. അങ്ങനെ ഇപ്പൊ അയൂമിയുടെ വീടെത്തിയതും അവിടെ വീടിന് വെളിയിൽ അവളുടെ ശരിക്കുള്ള അമ്മയെ കണ്ടതും അയൂമി ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുകയും അമ്മ ഞാൻ അയൂമിയാണ്, എന്നെ രക്ഷിക്കേ എന്നൊക്കെ പറയാണ്. എന്നാൽ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ആരായാലും വിശ്വസിക്കുവോ? അവരും അത് വിശ്വസിക്കുന്നില്ല. നീ അയൂമിയുടെ ഫ്രണ്ടാണോ, അവളുടെ ക്ലാസ്സിലാണോ പഠിക്കുന്ന മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ നൈസിൽ ഇഗ്നോർ ചെയ്തിട്ട് പോവാണ്. അയൂമിക്ക് ആകെ സങ്കടമാവാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാന്നറിയാണ്ട് ആകെപ്പാടെ നിരാശപ്പെട്ട് അവൾ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ദേ പുറകെന്ന് അയൂമി എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോ അത് കൊഷീറോ ആയിരുന്നു. കൊഷീറോ കണ്ട ഉടനെ സന്തോഷത്തില് അവൾ ഓടി കൊഷീറോയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നാൽ കൊഷീറോ അവളെ മറികടന്ന് നേരെ മുന്നോട്ട് പോവാണ്. അയൂമിക്കൊന്നും മനസ്സിലായില്ല. അവള് തിരിഞ്ഞു നോക്കുമ്പോണ്ട് ദേ അവിടെ മറ്റൊരു അയൂമി. അയൂമി ഓടി അവളുടെ അടുത്തേക്ക് ചെന്ന് നീ ആരാ, സത്യം പറ, നീ യുമിനിയല്ലേ, ഇന്നലെ എന്താ സംഭവിച്ചത്, നമ്മൾ എങ്ങനെ മാറിയത്, നിനക്ക് വല്ല അറിയോ എന്നൊക്കെ ചോദിച്ച് ആകെ നിലവിളിച്ച് സീനാക്കാണ്. കൊഷീരയ്ക്കും ബാക്കിയുള്ള ഫ്രണ്ട്സിനൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ അവിടേക്ക് ഒരു പയ്യൻ വന്ന് വേഗം യുമിനി നിനക്ക് എന്താ പറ്റിയത്, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും പിടിച്ച് മാറ്റാണ്. അത് അയൂമിയുടെ ഫ്രണ്ട് കാക ആയിരുന്നു. നിനക്കിന്ന് എന്താ പറ്റിയത്, എന്തിനെങ്ങനെ വിയേർഡായിട്ട് പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവളെ ഒരുമാതിരിയായിട്ട് സംസാരിക്കുക. അയൂമിയുടെ അടുത്ത് വെറുതെ പ്രശ്നത്തിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അയൂമിയുടെ ഫ്രണ്ട്സ് തന്നെ ഇപ്പൊ അവൾക്ക് നേരെ സംസാരിക്കുക. അവരുടെ കണ്ണില് ഇതിപ്പോ യുമിനിയാണല്ലോ.
ശരി, ഇപ്പൊ എങ്ങനെയെങ്കിലും നടന്നതൊക്കെ അവരുടെ അടുത്ത് തുറന്നു പറയാന്ന് കരുതി ചെന്നാ ഞങ്ങളുടെ അയ്യൂമിയുടെ അടുത്ത് ഇനി പ്രശ്നത്തിനൊന്നും വരരുതെന്ന് പറഞ്ഞ് അയ്യൂമിയുടെ ഫ്രണ്ട്സ് തന്നെ ഇപ്പൊ അവൾക്ക് നേരെ തിരിയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അയ്യൂമി ഇപ്പൊ യുമിനിയുടെ ദേഹത്താണല്ലോ, അവർക്ക് നോക്കുമ്പോ ഇത് യുമിനിയാണ്. തന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് നല്ല വിഷമമാകാണ്. ആകമൊത്തം വിഷമിച്ച് ക്ലാസ്സിൽ ചെന്നപ്പോഴോ ദേ അവിടെയുള്ള സാറ് പോലും അവളുടെ വെയിറ്റിനെ ചൊല്ലി കളിയാക്കാണ്. അത് കേട്ട് ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും ചിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് ആയപ്പോഴോ എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പായിട്ട് കഴിക്കുക. അയ്യൂമി ആണെങ്കിൽ ഒറ്റയ്ക്ക്. എല്ലാ പീരീഡും അവൾ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ സാറും എല്ലാവരും വർക്ക്സ് എടുത്തിട്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ട് വെക്കാൻ പറയാം. നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് നീ എടുത്താൽ മതി എന്ന് പറഞ്ഞ് അയ്യൂമിനെ വിളിക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് പോലും ആരും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. സ്കൂൾ വിട്ടതും എല്ലാവരും അവരുടെ പാട് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊപ്പം പോവാണ്. അയ്യൂമി വീണ്ടും ഒറ്റയ്ക്കാകാണ്. ഇതൊക്കെ കണ്ടിപ്പോ അയ്യൂമിക്ക് നല്ല ഫീൽ ആവാണ്. എന്തൊക്കെ പറഞ്ഞാലും യുമിനി എത്രത്തോളം ഒറ്റപ്പെട്ടിട്ടുണ്ടാവും. ഇത്രയും കാലം ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടും താൻ പോലും അവളുടെ അടുത്ത് നേരെ സംസാരിച്ചിട്ടില്ലല്ലോ. ഒരു ദിവസം അവളുടെ ശരീരത്തിലിരുന്നിട്ട് പോലും താൻ ഇത്രയധികം ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു. അപ്പൊ ഇത്രയും കാലം യുമിനി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം അയ്യൂമി തിരിച്ചറിയാണ്. അങ്ങനെ അവളെല്ലാവരും പോയതിനു ശേഷം തനിച്ച് തന്നെ ആ സാറ് പറഞ്ഞ ബുക്സ് എല്ലാം എടുക്കാനായിട്ട് പോവാണ്. അപ്പോഴേതാ അവിടേക്ക് കൊഷീറോ വരുന്നു. നീ ഒറ്റയ്ക്കല്ലേ, ഞാനും കൂടി സഹായിക്കാന്ന് പറഞ്ഞ് അവനും അങ്ങോട്ട് കയറി വരിക. കൊഷീറോ അവളുടെ അടുത്ത് നീ എന്തിനാ രാവിലെ അങ്ങനെയൊക്കെ പെരുമാറിയത്, എന്തിനാ ചുമ്മാ അയ്യൂമിയുടെ അടുത്ത് പ്രശ്നത്തിന് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അയ്യൂമിക്ക് ആകെ എന്തോ പോലെ ആകാണ്. അവളൊന്നും പറയാതെ ഇരുന്നപ്പോ ശരി എന്നാ ഞാൻ ഈ ബോക്സ് എടുത്തിട്ട് പോവാ, നീ മറ്റേത് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തോട്ട് പോകാൻ നിൽക്കാം. എന്തായാലും ഇത് തന്നെയാണ് നല്ല ചാൻസ്, അവൻ മാത്രമേ ഉള്ളൂ, അവൻ്റെ അടുത്തെല്ലാം തുറന്നു പറയാന്ന് പറഞ്ഞ് കൊഷീറോ ഞാനാണ് അയ്യൂമി എന്ന് പറഞ്ഞ് അവൾ നടന്നതൊക്കെ പറയാ. ഇന്നലെ നമ്മൾ ഡേറ്റിങ്ങിന് പോകാൻ നിന്നില്ലേ, അതിന് തൊട്ട് മുമ്പായിട്ട് എന്നെ യുമിനെ വിളിച്ചിരുന്നു. നോക്കുമ്പോൾ അവളൊരു വലിയ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി. അത് കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഇപ്പൊ ഞാൻ യുമിനിയുടെ ബോഡിയിൽ സ്റ്റക്ക് ആയിരിക്കുക, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും കൊഷിരു നീ എന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കാം. അപ്പോൾ അവൻ്റെ അടുത്ത് കൊഷിരുവിന് അയ്യൂമി തന്നെ, നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നമ്മൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ ദിവസമല്ലേ നീ എന്നെ ക്ലാസ് റൂമിൽ വിളിച്ച് പ്രപ്പോസ് ചെയ്തത്, അതിൽ ഓരോ വരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നീ എന്നെ വിശ്വസിക്കേ എന്നൊക്കെ പറഞ്ഞ് അവൾ കരയാണ്. എന്നാൽ കൊഷിരു വിചാരിക്കുന്നത് യുമിനിക്ക് അവൻ്റെ അടുത്ത് എന്തോ ഇഷ്ടം തോന്നിയിട്ടാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്നാണ്. അവനവളുടെ അടുത്ത് വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെ നിനക്ക് ഞാൻ എന്തെങ്കിലും ഹോപ്പ് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ക്ഷമിക്കണം, നീ ഇതെല്ലാം മറന്നു കളാന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. കുഷിരയും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ആകെ മനസ്സ് തകർന്നു പോവാണ്. ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ആകെ മനസ്സ് വിഷമിച്ച് അവൾ സ്കൂളിന്റെ ടെറസിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് അവിടെ ഇരുന്ന് കരയാണ്. അപ്പൊ എന്റെടാ അവിടേക്ക് മറ്റേ അയൂമി വരുന്നു. അതായത് അയൂമിയുടെ രൂപത്തിൽ ഇപ്പോൾ ഉള്ള യുമിനി വരുന്നു. അവൾ അയൂമിയുടെ അടുത്ത് കഷ്ടമുണ്ട് അല്ലേ എന്റെ ശരീരത്തിൽ എങ്ങനെ നിൽക്കാൻ എന്ന് ചോദിക്കാണ്. ഇത് കേട്ടതോ അയൂമി, അപ്പൊ നീ ശരിക്കും യുമിനി തന്നെയല്ലേ, നീയല്ലേ ഇപ്പൊ എന്റെ ശരീരത്തിലുള്ളത്, ഇന്നലെ നമുക്ക് എന്താ സംഭവിച്ചത്, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? നീ ഇതൊക്കെ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചു കാണല്ലേ, സാരമില്ല നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോയിട്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്തും പറയാം, അപ്പൊ അവർ വിശ്വസിക്കും എന്നിങ്ങനെ അയൂമി ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ വളരെ ആവേശത്തോടെ പറയാണ്. എന്നാ അയൂമിയുടെ ശരീരത്തിലുള്ള യുമിനി ആകട്ടെ പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യണ്ടെങ്കിലോ എന്ന് ചോദിക്കുക. ഞാൻ എപ്പോഴും നീ ആയിട്ടിരിക്കാൻ ആഗ്രഹിച്ച്, അതുകൊണ്ട് ഞാനിപ്പോ ഈ ലൈഫ് എൻജോയ് ചെയ്യാണ്. അല്ല ഈ കാര്യങ്ങളൊക്കെ നീ എല്ലാവരുടെ അടുത്തും പറഞ്ഞപ്പോ ആരെങ്കിലും നിന്നെ വിശ്വസിച്ചോ? ഇല്ലല്ലോ. അതങ്ങനെയാ, ഞാൻ ഈ ശരീരത്തിൽ നിന്ന് എത്രത്തോളം സ്ട്രഗിൾ ചെയ്താലും ആരും എന്നെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ മാറി നിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല ഞാൻ എത്രത്തോളം ഇൻവിസിബിൾ ആയിരുന്നെന്ന്. ഇനി എന്തായാലും അങ്ങോട്ട് നീ യുമിനിയായിട്ടും ഞാൻ അയൂമിയായിട്ടും തന്നെ ഇരിക്കാം. നീ എന്തായാലും കുറെ കാലം സന്തോഷിച്ചതല്ലേ എന്ന് പറയാണ്. അയൂമി ആകെ അമ്പരക്കാണ്. നീ എന്തൊക്കെയാ പറയുന്നത്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എന്താ ഞാനായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അതോ അതെനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിന്റെ അടുത്തുണ്ട്. അതെന്താ? ബഷീറോ നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് യുമിനി അവിടെ നിന്ന് പോവാണ്. യുമിനിയ പറഞ്ഞത് കേട്ട് അയൂമിക്ക് എന്ത് ചെയ്യേണ്ടതെന്നറിയാതെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കാം. യുമിനിക്കും ബഷീറോയെ ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അന്നേരം അവളുടെ അടുത്തേക്ക് ഒരു തത്ത പറഞ്ഞു വരുന്നു. അയൂമി ആ തത്തയുടെ അടുത്ത് നീയും എന്നെ പോലെ ഇങ്ങനെ വീട്ടിൽ പോകാൻ കഴിയാതെ പെട്ട് കിടക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം അവള് ആ തത്തയെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം ഇങ്ങനൊരു തത്തയെ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചെറിയ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അവള് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്ത് സ്കൂൾ കാണിക്കുകയാണ്. ഇവരുടെ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നിട്ട് ഇങ്ങനെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റാങ്ക് കൊഷിറൊക്കെയാണ്. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ 2-3 മാർക്ക് ഡിഫറൻസിൽ കാഗയും ഉണ്ട്. കൊഷിറോ അവന്റെ അടുത്ത് നീ കുറച്ചുകൂടി നന്നായി പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ ഒപ്പം ആകില്ലേ എന്ന് പറയാണ്. എന്നാൽ കാഗയാണെങ്കിൽ എനിക്ക് അതിനൊന്നും സമയമില്ലടാ, ഞാൻ ഭയങ്കര ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഗെയിമും കളിച്ച് നടക്കുക. ഇവനെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ക്ലാസ്സിലേക്ക് പോകുന്നു. അവരുടെ സ്കൂളിൽ എന്തോ ഒരു വലിയ ഫെസ്റ്റിവൽ വരാൻ പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ വർക്ക് ആയിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ക്ലാസ്സിൽ ആരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഗ്രൂപ്പായിട്ട് തിരിച്ച് ഡിസൈഡ് ചെയ്യായിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം ലീഡറായിട്ട് ഇവരുടെ ക്ലാസ്സിൽ നിന്ന് ക്യാപ്റ്റൻ ആയിട്ട് കാഗെ അവർ ചൂസ് ചെയ്യാണ്. കൊഷീറോയ്ക്ക് അതത്ര ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. കാഗയാണെങ്കിലോ അതിനേക്കാളും ഞാൻ ചെറുപ്പം തൊട്ടേ ക്യാപ്റ്റനാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലോ, ഒന്ന് പോയേ, എനിക്കൊന്നും വേണ്ട, ഇതൊക്കെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ്, നിങ്ങളിത് കൊഷിറോയെ ഏൽപ്പിക്കേ, കൊഷിറോ മതി എന്ന് പറയാണ്. എന്നാൽ കൊഷിറോയും കാഗയുടെ പേര് തന്നെ ചൂസ് ചെയ്യാണ്. അങ്ങനെ കാഗ അതിന്റെ ക്യാപ്റ്റൻ ആവുന്നു. അതിനുശേഷം കൊഷീറോ ആ ബോർഡിൽ ഇങ്ങനെ കുറെ വർക്കുകളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലേതോ ഗ്രൂപ്പിൽ പോയിട്ട് അവന്റെ പേര് കൊടുക്കുന്നുണ്ട്.
അത് കഴിഞ്ഞത് എല്ലാവരും ഇങ്ങനെ ഫെസ്റ്റിവലിനെ കുറിച്ച് ഒരേ ചർച്ചയാണ്. എന്ത് ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. യുമിനിയുടെ രൂപത്തിലുള്ള അയൂമിയാണെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അവള് മെല്ലെ പോയിട്ട് കൊഷീറോ അവന്റെ പേര് എഴുതിയില്ലേ, അതിന് തൊട്ടടുത്ത് തന്നെ അതേ ടീമിൽ അവളുടെ പേരും എഴുതി വെക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങാണ്. ഓരോരുത്തരും ഇങ്ങനെ ഓരോ വർക്കിലും ബിസിയാണ്. കാഗയാണെങ്കിൽ ക്യാപ്റ്റന്റെ ടാഗ് ഇട്ടിട്ട് ചുമ്മാ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കൊഷീർ അങ്ങോട്ട് വന്ന് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുകയാണ്. സീൻ അങ്ങനെ അവിടെ കട്ട് ചെയ്താ ഇപ്പോഴത്തെ നമ്മുടെ അയൂമിയെ കാണിക്കാണ്. അയൂമി കൊഷീരോടൊപ്പം പെയിന്റിങ്ങിലായിരുന്നു പേര് കൊടുത്തത്. അപ്പൊ അവള് പെയിന്റ് ഒക്കെ മിക്സ് ചെയ്ത് എന്തൊക്കെയോ അവിടെ വരച്ചോണ്ടിരിക്കുകയാണ്. ഒരുമിച്ചാകുമ്പോ അവൻ എങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുക എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കൊഷീരോ പറഞ്ഞിട്ട് കാഗയായിരുന്നു അവിടെ എത്തിയത്. ഹേയ് യുമിനി, കൊഷിരോയ്ക്ക് വേറെന്തോ പരിപാടി ഉണ്ട്, ഞാൻ തൽക്കാലം നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കാക അവളെ ഹെൽപ്പ് ചെയ്യാണ്. കൊഷിരോ വന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് വിഷമമാകാണ്. അപ്പൊ കാക അവളുടെ അടുത്ത് നിനക്ക് കൊഷിരോ ഇഷ്ടമാണോ എന്ന് ചോദിക്കാണ്. അവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്, നീ ആ കാര്യം വിട്ടുകളാ എന്ന് പറയാണ്. അയ്യുമ്മയാണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ട് ഞാനാടാ എന്ന് പറഞ്ഞിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം അവരിങ്ങനെ പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അയ്യുമ്മി വരച്ചത് കണ്ടിട്ട് കാക ആകെ ചിരിക്കുകയാണ്. ഇത് ഏത് നാട്ടിൽ പ്രേതോ, ഇത് കണ്ട പേടി തോന്നണ്ടേ, നീ എന്തൊക്കെയാ വരച്ചു വെച്ചിരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട്. എന്താ കൊള്ളില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളും കൊള്ളും, എനിക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണുണ്ടായിരുന്നു, അവളും ഇതേപോലെ വരയ്ക്കുക എന്ന് പറയാണ്. അവനത് പറഞ്ഞതും അയ്യൂമി ഇപ്പൊ യുമിനിയുടെ ശരീരത്തിലാണെന്നുള്ള കാര്യവും മറന്നു. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണോ, ആരാ അത്, നീ എന്താ ഇതുവരെ എനിക്ക് പറയാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അവളിങ്ങനെ ചാടി കയറുക. കാക ആകെ കൺഫ്യൂസ് ആകാണ്. ഇവളെന്താ എന്റെ അടുത്ത് ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട്. സംഭവം ഈ കാഗയും കൊഷിരോയും അയ്യൂമിയും ഒക്കെ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ അവൻ എന്താ ഇവളുടെ അടുത്ത് ഈ ഇഷ്ടത്തിന്റെ കാര്യം മറച്ചു വെച്ചതെന്ന് പറഞ്ഞിട്ടാണ് അവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പറ ആരാ അത്, റിച്ചോ ആണോ അതോ മരിയാണോ, രണ്ടുപേരും നല്ല ഭംഗിയാണ്, നീ പറ നിനക്ക് ആരെയും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. അവനാണെങ്കിൽ ഞാൻ എന്തിനാ നിന്റെ അടുത്ത് പറയുന്നത്, ഞാനൊന്നും പറയില്ല, നീ പോയി വരയ്ക്കാൻ നോക്കേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ മാറ്റി വിടുക. ഇവരുടെ ഈ സംസാരത്തിന്റെ ഇടയിൽ അവളുടെ കയ്യിലുള്ള പെയിന്റ് പത്ത് അവന്റെ മേത്ത് വീഴുക. കാക അല്ലേലും കൊച്ചു ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടർ ആണല്ലോ. നിന്റെ അടുത്ത് ഭൂത്തിനെ വരയ്ക്കാൻ പറഞ്ഞാൽ നീ ഇപ്പൊ എന്നെ ഭൂത്തിനെ പോലെ ആക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഒരേ ചിരി. അത് കേട്ട് അയ്യൂമിയും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കുറെ കാലത്തിന് ശേഷമാണ് അവളിങ്ങനെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത്. അവളിക്കാര്യം പറയുമ്പോ നിനക്ക് അതിന് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ആകെയും പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് അവളിങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാക്കയ്ക്ക് അവൾ അയ്യൂമിയെ പോലെ ഫീൽ ചെയ്യാണ്. നേരത്തെ അവനൊരു ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ, അത് അയ്യൂമി തന്നെയായിരുന്നു. ചെറുപ്പം തൊട്ടേ കൊഷിനെ പോലെ തന്നെ അവനും അയ്യൂമി ഇഷ്ടമായിരുന്നു. അവര് ക്ലാസ്സിലിരുന്ന് പുസ്തകത്തിൽ കുത്തിക്കുറിച്ചതെല്ലാം അവൻ അങ്ങനെ ഓർക്കാണ്. കുറച്ച് കഴിഞ്ഞതും പെയിന്റ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇത് അവരുടെ അടുത്ത് വാങ്ങിട്ട് വരാൻ പറയാന്ന് പറഞ്ഞ് അവള് ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുക. അന്നേരം കാക അവളുടെ അടുത്ത് ഒരു കാര്യം പറയാനായിട്ട് വിളിക്കാണ്. അവള് തിരിഞ്ഞതും അവന്റെ കണ്ണില് പെട്ടെന്ന് അവൾ അയ്യൂമിയായിട്ട് തോന്നാണ്. അവനാകെ അതിശയിക്കുകയാണ്. എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, ഇനി ഞാൻ ചിലപ്പോ നിർത്താതെ ഗെയിമുകൾ കളിച്ച് കളിച്ച് എന്റെ മണ്ട ശരിക്കും ജോലി ചെയ്യേണ്ടായിരിക്കോ എന്ന് പറഞ്ഞിട്ട് അവനാകെ ഇങ്ങനെ ഞെട്ടിയിട്ട് അവിടെ തന്നെ ഇരിക്കാം. അങ്ങനെ അയൂമി ക്ലാസ്സിൽ ചെന്നിട്ട് അവളുടെ ആ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, റിച്ചു മരിയ എന്ന് പറഞ്ഞിട്ട്, അവരുടെ അടുത്ത് ഇതും കൂടി വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റ് കൊടുക്കുകയാണ്. പക്ഷെ അവർക്ക് അവൾ ഇന്നലെ അയൂമിയുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇതാദ്യം അക്കൗണ്ട്സ് ഗ്രൂപ്പിൽ കൊടുക്കുക, അതിന് ശേഷം ഞങ്ങളുടെ തന്നാൽ മതി. പിന്നെ ഞങ്ങളുടെ പേര് ഫുൾ ആയിട്ട് വിളിക്കണം, നീ ഞങ്ങളുടെ ഫ്രണ്ട് ഒന്നും അല്ലല്ലോ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് വിളിക്കാൻ എന്ന് പറയാണ്. അവരെങ്ങനെ പറഞ്ഞതും അയൂമിക്ക് നല്ല വിഷമമാകാണ്. അവൾ അവരുടെ അടുത്ത് സോറി പറഞ്ഞ് ആ ലിസ്റ്റ് വേറെ ഗ്രൂപ്പിലെ പിള്ളേരുടെ അടുത്ത് കൊടുക്കണം. എന്നാൽ അവരും ഇത് അവിടെ വെക്കുക എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് കുറച്ച് റൂഡായിട്ട് പെരുമാറാണ്. എപ്പോഴും എല്ലാവരും ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അയൂമിയുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ റൂഡായി ബിഹേവ് ചെയ്യാൻ തുടങ്ങിയതും അവൾക്കാകെ വിഷമമാകാണ്. അവള് വേഗം ക്ലാസ്സിൽ നിന്ന് ഓടിപ്പോകുന്നു. ഇതൊക്കെ കണ്ടുവന്ന കാകയ്ക്ക് എന്തൊക്കെയോ വശപ്പിശക്ക് തോന്നുകയാണ്. അവൻ നേരെ പോയി അവൾ അവിടെ വെച്ചിരുന്ന ലിസ്റ്റ് എടുത്ത് നോക്കുകയാണ്. അതിൽ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടതും അവൻ ആകെ നെട്ടുകയാണ്. അവൻ ഓടിച്ചെന്ന് അവന്റെ പുസ്തകത്തിലുള്ള അയൂമിയുടെ ഹാൻഡ് റൈറ്റിംഗുമായിട്ട് അത് മാച്ച് ചെയ്ത് നോക്കുകയാണ്. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ആയിരുന്നു. അവനാകെ കൺഫ്യൂസ് ആകുകയാണ്. അപ്പോഴാണ് അവൻ നേരത്തെ നടന്നതെല്ലാം ആലോചിക്കുന്നത്. കുറച്ചു മുമ്പ് കൊഷീര് വന്നിട്ട് അവന്റെ പകരം യുമിനിയുടെ അടുത്തേക്ക് നീ പോന്ന് പറഞ്ഞിട്ട് കാകെ അയച്ചല്ലോ. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, എന്താ കാരണം എന്നൊക്കെ. അന്നേരം കൊഷീരയും അവന്റെ അടുത്ത് നടന്നതൊക്കെ പറയുന്നുണ്ട്. ഈ യുമിനിക്ക് എന്തോ പറ്റി തോന്നുന്നു, ആകെ വിയേർഡായിട്ട് പെരുമാറുന്നു. അവളുടെ വിചാരം അവൾ അയൂമിയാണെന്നാ, ഞാൻ അയൂമിയാണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം രാവിലെയും അയൂമിയും യുമിനിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായല്ലോ. അന്നേരം ഒറിജിനൽ അയൂമി യുമിനിയുടെ അടുത്ത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ലേ, നിനക്ക് അറിയില്ലേ, നീയല്ലേ യുമിനി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. കാഗ്യം അത് കണ്ടിട്ട് നിനക്ക് എന്താ പറ്റി, നീ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിച്ചപ്പോഴാണ് കാഗയ്ക്ക് ഇവർ രണ്ടുപേരും തമ്മിൽ ബോഡി സ്വാപ്പ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. സത്യമെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ഇന്നേരം ക്ലാസ്സിൽ അയൂമിയുടെ ശരീരത്തിലുള്ള യുമിനി ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ അവനാകെ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യാണ്. ഈ സമയം ബാത്റൂമിൽ ആകമൊത്തം സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അയൂമി. ക്ലാസ് റൂമിലേക്ക് വീണ്ടും പോകാൻ തന്നെ അവൾക്ക് പേടിയായി തുടങ്ങി. ആരും അവളെ തിരിച്ചറിയുന്നുമില്ല, എല്ലാവരും റൂഡായിട്ടും പെരുമാറുന്നു. എന്റെ രൂപം മാത്രമല്ലേ മാറിയിട്ടുള്ളൂ, ഞാൻ തന്നെയല്ലേ, പിന്നെന്താ എല്ലാം ഇങ്ങനെ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. എന്നാ ശേഷം അവൾ ക്ലാസ്സിൽ പോകുമ്പോൾ കാണുന്നത് അവൾക്ക് വേണ്ടി വാതാടുന്ന കാഗയായിരുന്നു. നിങ്ങൾ എന്തിനാ യുമിനെ ഒറ്റപ്പെടുത്തുന്നത്, അവൾ എന്താ ചെയ്തത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലോ, എന്തിനാ ഇപ്പൊ അവളുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അവളുടെ ഫ്രണ്ട്സ് അവന്റെ അടുത്ത് നിനക്ക് അറിയാത്തോണ്ടാ അയൂമി അവള് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക, അയൂമിക്ക് അവൾ അടുപ്പിക്കാനേ താല്പര്യമില്ല, അവള് കാരണമൊന്നും പറഞ്ഞില്ല, പക്ഷെ ഒരു കാര്യമില്ലാതെ അയൂമി അങ്ങനെ പറയില്ല. എന്ത് ഹറാസിങ്ങോ, ഇതൊക്കെ കേട്ട ശരിക്കുള്ള അയൂമി ഓടി അകത്തേക്ക് വരികയാണ്. ഇതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. നീ ചെയ്തിട്ടില്ലെന്നോ, നീ ഇന്നലെ അയ്യൂമി ഫോളോ ചെയ്തിട്ട് അവളുടെ വീട് വരെ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്.
ആ സത്യോ, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങള് എന്ന് പറയുമ്പോൾ അവരത് കേൾക്കാനേ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പ്രശ്നം വലുതാകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ഇപ്പൊ അയോമിയുടെ ശരീരത്തിലുള്ള യുമിനി ഉണ്ടല്ലോ, അവള് കാര്യം ഒന്നുകൂടെ വഷളാക്കാൻ വേണ്ടിയിട്ട് റിച്ചു മരിയ നിങ്ങൾ അത് വിട്ടേക്ക്, ഞാൻ കൊഷീരയുടെ അടുത്ത് എപ്പോഴാണോ ഓക്കെ പറഞ്ഞത് അതിന് ശേഷം അവൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയത്, പോട്ടെ കാര്യമില്ല എന്ന് പറയാണ്. എന്ന് വെച്ചാ ഇവൾക്ക് കൊഷീരയെ ഇഷ്ടമുള്ളത് കൊണ്ട് അയോമിയുടെ അടുത്ത് ദേഷ്യം കാണിക്കുകയാണെന്നല്ല എല്ലാവരും വിചാരിക്കുള്ളൂ. എന്തോ യുമിനിക്ക് കൊഷീരയെ ഇഷ്ടമായിരുന്നോ, ക്ലാസ് മൊത്തം പെരുവെറുക്കാൻ തുടങ്ങി, എല്ലാരും അവളെ കളിയാക്കാനും പുച്ഛിക്കാനും തുടങ്ങി. നിന്റെ വീട്ടിൽ കണ്ണാടിയൊന്നുമില്ലേ, ഇടയ്ക്ക് അതൊക്കെ എടുത്ത് നോക്കുന്ന നല്ലതാ, നീയാണ് കൊഷീരയെ സ്നേഹിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് ഇൻസൾട്ട് ചെയ്യാണ്. ഇതൊക്കെ കേട്ടിട്ട് കാക്കാകെ ദേഷ്യം വരികയാണ്. അവള് പറഞ്ഞില്ല ഇതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന്, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ അലറി വിളിക്കുകയാണ്. കാക അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അവൾ ഒട്ടും വിചാരിച്ചില്ല. അവൻ നേരെ ചെന്ന് യുമിനിയെ പിടിച്ച് വലിക്കുകയും അവളുടെ ചെവിയിൽ ചെന്ന് നിന്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം, അത് ഞാൻ കൊഷീരയുടെ അടുത്ത് പറയണോ യുമിനി എന്ന് പറയാണ്. അവനെങ്ങനെ പറഞ്ഞതും ഈ അയൂമിയുടെ ശരീരത്തിലുള്ള യുമിനി ആകെ നെറ്റാണ്. യുമിനിയുടെ അടുത്ത് യഥാർത്ഥ അയൂമിയോട് മാപ്പ് ചോദിക്കാനായിട്ട് പറയാണ്. അവളുടെ കള്ളി വെളിച്ചത്തായാലൊന്ന് പേടിച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ അവൾ സോറി പറയാണ്. ചിലപ്പോൾ അതിന്റെ തെറ്റിദ്ധാരണ മാത്രമായിരിക്കും, യുമിനി അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല, സോറി എന്ന് പറയാണ്. ഇതെല്ലാം അങ്ങോട്ട് വന്ന കൊഷീറയും കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടുന്നുള്ള ദേഷ്യത്തില് യുമിനി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അത് കഴിഞ്ഞതും അയോമി ഓടിച്ചത് കാകയുടെ അടുത്ത് താങ്ക്സ് പറയാണ്. കാക നേരത്തെ എന്നെ അവിടെ വെച്ച് സഹായിച്ചതിന് ഒരുപാട് താങ്ക് യു എന്ന് പറയാ. അപ്പൊ കാക അവളെ നോക്കിയിട്ട് അയോമി ഇത് നീയല്ലേ എന്ന് ചോദിക്കാണ്. എന്ത്, കാക എന്നെ തിരിച്ചറിഞ്ഞെന്നോ, അവൾക്ക് വിശ്വസിക്കാനായില്ല. നിന്നെ മനസ്സിലാക്കാൻ വൈകിയതില് സോറി. നീ നീ ഇതെങ്ങനെ? അപ്പൊ അവനാളുടെ അടുത്ത് നിന്റെ രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ, നീ തന്നെയല്ലേ, നീ ഏത് രൂപത്തിൽ വന്നാലും ഞാൻ നിന്നെ തിരിച്ചറിയും എന്ന് പറയാണ്. അയോമിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുകയാണ്. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന ടൈമിലാണ് കാക ഇങ്ങനെ അവളെ മനസ്സിലാക്കുന്നത്. അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. അവന്റെ അടുത്ത് വാതോരാതെ സംസാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ട് കോശിരോ ഡൗട്ടായിട്ട് അവരെ നോക്കുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അവന്റെ മുന്നിൽ അവൾ ഇപ്പോഴും യുമിനിയാണല്ലോ. സീനോടെ കട്ട് ചെയ്താൽ മറ്റൊരു ഭാഗത്ത് അയോമി തത്തിയെ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു സ്ത്രീ വന്ന് അത് എടുക്കുകയാണ്. ഈ ഒരു സീനോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആദ്യത്തെ എപ്പിസോഡല്ലേ, ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ? അത് നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ താഴെ കമന്റ്സിലൂടെ അറിയിക്കൂ. എന്റെ ഈ സ്റ്റോറി ടെല്ലിംഗിന്റെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ടെന്ന് വെച്ചാൽ അതും കൂടെ പറയാം. ഇനി ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ലേ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.